ഇതെന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ്. വേടന്റെ പ്രേമപ്പാട്ട്. അപ്പൊ വേടന്റെ കാമുകി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വേടന്റെ കാമുകി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വേടൻ പരിപാടി അവതരിപ്പിച്ച സമയത്ത് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും അവക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സദസ്സിന് മുമ്പാകെ കാമുകിക്ക് വേണ്ടി എഴുതി വെച്ച പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. മോഹലോവേ മോഹലാവേ എന്റെ നാളയെ പ്രേമലീലയെ മോഹലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ, നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ, നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. ഇതെന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ്. വേടന്റെ പ്രേമപ്പാട്ടാണ്. റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലോറിൽ വെച്ച് പാടുന്നത്. അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച, അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമം എഴുതാൻ പറ്റുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഒരുപാട് നന്ദി. കണ്ട എന്താണ് വരികള്, നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്നൊക്കെ. എന്തായാലും ആ വരികളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം, നാളെ ഏതെങ്കിലും പെമ്പിള്ളാരെയൊക്കെ കാണുമ്പോൾ ഒന്ന് പാടാലോ. ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്നൊക്കെ. ലാസ്റ്റ് ആ പെണ്ണിന്റെ കൈ വന്ന് തന്നെ മുഖത്ത് വീഴലായിരിക്കും. ഇതൊക്കെയായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടാ, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാ. ലാസ്റ്റ് എന്റെ കെട്ടിയവൾ എന്നെ ചവിട്ടി പുറത്താക്കും. എനിവേ നമുക്ക് വിഷയത്തിലോട്ട് വരാം. എന്തായാലും വേടൻ വേദിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും വേടന്റെ ഗേൾ ഫ്രണ്ടിനെ തപ്പി ഇറങ്ങാൻ തുടങ്ങി. സ്വാഭാവികം. അങ്ങനെ തപ്പി ആളെ കണ്ടെത്തിയേട്ടാ. നവമി ലത എന്നാണ് ആളുടെ പേര്. ഞാൻ അവരുടെ പ്രൊഫൈൽ കയറി നോക്കിയ സമയത്ത് അവരുടെ 2-3 റീൽ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ റീലുകളൊക്കെ ഇപ്പൊ വമ്പം പ്രശ്നമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് എന്തായാലും ആ റീലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, അതെ, ഞങ്ങൾ കോട്ടയം കമ്പനി. ഇതെങ്ങനെ ശരിയാകും? വേടനുമായി പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് മറ്റൊരുത്തന്റെ കൂടെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ റീൽ ചെയ്യുക? ഇവള് വേടനത്തേക്കാനുള്ള പരിപാടി തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, വേടൻ ഫാൻസ് കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നല്ല സൈബർ അറ്റാക്ക് ആണ് ഇപ്പൊ പെണ്ണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ പ്രശസ്ത ഗായകനായ MG ശ്രീകുമാർ വേടനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ എല്ലാവരും കൂടെ ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു. ഫുള്ളും തെറിവിളികളായിരുന്നു, തലങ്ങും വിലങ്ങും സൈബർ ആക്രമണമായിരുന്നു. അവസാനം വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിന് ആ മനുഷ്യന് മാപ്പ് വരെ പറയേണ്ടി വന്നു. പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അജാതി വേടൻ ഫാൻസ് ആണുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ടീംസ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വേടനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തെറി പറയാനായിട്ട് നടക്കുകയാണ് അവർ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നോമ്പും പെരുന്നാളും ഒരുമിച്ച് വന്നവനൊക്കെയാണ് അവർക്ക്. എന്തായാലും വേടന്റെ കാമുകിയായിട്ടുള്ള നവമി ലതയുടെ കമന്റ് ബോക്സിൽ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം. നമ്മുടെ ചെക്കന് വേറെ പെണ്ണ് കിട്ടും, എന്റെ ചെക്കൻ രക്ഷപ്പെട്ടു, ചീറ്റിംഗ്. അപ്പോഴേക്കും ഇവർ ഉറപ്പിച്ച് വേടനെ ആ പെണ്ണ് തേച്ചെന്നു. എന്താ ഞാൻ ഇതിനൊക്കെ പറയുക? ഈ പെണ്ണിന് മറ്റൊരുത്തനുമായി പ്രണയം ഉണ്ടായെന്നിരിക്കട്ടെ, അവൾ വേറൊരുത്തനുമായിട്ട് റീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചീറ്റിംഗ് ആയിട്ട് മാറുക? എനിക്കറിയത്തില്ല. ചീറ്റ് ചെയ്യാനും മാത്രമായിട്ട് ആ റീൽ അവരൊന്നും ചെയ്ത് കാണിച്ചു കൂട്ടുന്നില്ലല്ലോ. ജസ്റ്റ് അവർ ഫ്രണ്ടായിട്ട് ചില്ല് ചെയ്യുന്ന വീഡിയോ, അതിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്. ഇനി ഇതിലും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടീംസ് വേടന്റെ പാട്ടൊക്കെ വെച്ചിട്ട് പാരഡി ഇറക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ പാരഡി ഒന്ന് വായിച്ചിട്ട് തരാം. ഒരുത്തി എന്നെ ഊമ്പിച്ചിട്ട് പോയൊരുത്തി, ഒരുത്തി ഈ കൊച്ചിനെ കാണിച്ചാണ് ഈ വാണത്തിന് 4 കൂടുതൽ കിട്ടുന്നത്. ഇവരെന്നെ ഉറപ്പിച്ച് ഇവൾ അങ്ങോട്ട് ഊമ്പിച്ചു പോയെന്ന്. വേറൊരു കമന്റ് ഉണ്ടായിരുന്നില്ല, വേടന് ഇതൊക്കെ കാണുന്നുണ്ടോന്ന്. വേടനൊന്ന് അയച്ചു കൊടുത്തേക്ക്, വേടനൊന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവളുമായിട്ട് ബ്രേക്കപ്പ് എടുക്കാൻ പോവാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്ത് പറയാനാണല്ലോ ഒരേ ജാതി വാണങ്ങളുടെ കാര്യം. ഇങ്ങനെ നീളുന്നു ഈ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകൾ. ഇതല്ല, ഇതിനപ്പുറം വലുതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാനതിവിടെ പറയുന്നില്ല. ഈ പെണ്ണെന്തോ അപരാധം ചെയ്തതുപോലെയാണ് പലരുടെയും കമന്റുകൾ. ചില ടീംസ് ഈ പെണ്ണിനെ തൊപ്പിയുടെ പെണ്ണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ. തൊപ്പിയെ ഫസ്മിന തേച്ചതുപോലെ
മീലത വേടനെ തേച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുകയല്ല, ഒരു മനസുഖത്തിന് വേണ്ടി. എന്തായാലും ഒന്ന് പറയാലോ, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. ഇങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പൊ ആ പെണ്ണ് തന്നെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് വേടൻ സ്റ്റേജിൽ കയറി എന്നെ കുറിച്ചൊക്കെ പറയാൻ നിന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഈ തെറിയൊക്കെ കേൾക്കേണ്ടി വന്നത്. ആ പെണ്ണ് മനസ്സിലെങ്കിലും പറയുന്നുണ്ടായിരിക്കും ഇത്. ഇവിടെ ഈ നവമീലതയും ചെക്കനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കോളേജ് കാലം തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഇതിനു മുമ്പും ഇതേണൊക്കെ ഒരുമിച്ച് റീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ വേടനുമായി പ്രണയത്തിലായതിനു ശേഷവും ഒരു ആ റീലൊക്കെ തുടർന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അതിനെ ആ ഒരു സെൻസിൽ കണ്ടാ മതി. ഇവിടെ വേടനില്ലാത്തതെന്നാണ് പലർക്കും. എന്തായാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇൻ കേസ് നാളെ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ആയാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ആരും പിരിഞ്ഞു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നു മക്കളെ. പിന്നെ ഈ പെണ്ണിന്റെ ശവടക്ക് കഴിഞ്ഞൊന്ന് കരുതിയാൽ മതി. എല്ലാരും കൂടെ ഈ പെണ്ണിനെ സൈബർ അറ്റാക്ക് ചെയ്ത് കൊല്ലുമായിരിക്കും. നോക്കിക്കോ, അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പല സെലിബ്രിറ്റീസുകളും അവരുടെ റിലേഷൻഷിപ്പ് പുറത്തു പറയാത്തത്. അതെങ്ങാനും പബ്ലിക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും ഇത്രയൊക്കെ പറയുന്നതിനിടയ്ക്ക് നവമി മധുവിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആള് ചില്ലറക്കാരിയല്ല കേട്ടോ, ഒരു എഴുത്തുകാരിയൊക്കെയാണ്. ഒരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. പൂമ്പാറ്റ വേട്ട എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഞാൻ അതിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ആ പെണ്ണ് അടുത്ത ബുക്കും കൂടെ ഇറക്കും, സൈബർ വേട്ട എന്നും പറഞ്ഞുകൊണ്ട്. ആ രീതിയിലാണല്ലോ ആ പുള്ളിക്കാരിനെ എല്ലാവരും കൂടെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും വേടനുമായി സംബന്ധിച്ച് വേറൊരു അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേടനെ കഞ്ചാവ് കേസിൽ പൊക്കിയ സമയത്ത് വേടന് ജാമ്യം കിട്ടിയപ്പോൾ ഉദ്യോഗസ്ഥർ വേടനെ പുലിപ്പല്ലി കേസിൽ കൊടുക്കാൻ നോക്കി. വേടൻ പുലിപ്പല്ലി ലോക്കറ്റ് കൈ വെച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആ കേസ് നിലനിന്നില്ല. എന്തായാലും കൊടുക്കാൻ നോക്കിയ ഓഫീസർ സ്ഥലം മാറ്റുകയുണ്ടായി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വേടൻ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം. എനിക്ക് ഒരു കാര്യം, അതീഷ് സാറിന്റെ സ്ഥലം മാറ്റമാണ് ഞാൻ കേട്ടത്. അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിനെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. വേടനെ വേട്ടയാടിയ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തോടോ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ഞാൻ എടുക്കുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ. ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത് നിരന്തരമായിട്ട് എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെനിക്ക് ശീലമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അതെനിക്ക് എവിടെ പറയാൻ പറ്റില്ല. അത് ഭയങ്കര കോൺട്രവേഴ്സി ആയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ മര്യാദയ്ക്കൊന്ന് ചെയ്യട്ടെ, കുറച്ച് ദിവസം കൂടി പോയിട്ട് വരാം. എന്തായാലും ഈ സമയത്ത് മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അതായിരിക്കും ചർച്ച. എന്തായാലും ഇവിടെ വളരെ നല്ല പ്രതികരണം തന്നെയാണ് വേടൻ ഇവിടെ കൊടുത്തത്. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഒരു സിസ്റ്റം ചെയ്ത തെറ്റിന് പുള്ളിക്കാരനെ ശിക്ഷിച്ചത് ശരിയല്ലാന്ന്. ശരിയാണത്. ഇവിടെ ഫോറസ്റ്റ് വകുപ്പ് മൊത്തം ചെയ്ത തെറ്റിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ശിക്ഷിക്കുകയാണെങ്കിൽ എല്ലാവരും ശിക്ഷിക്കണം. ഒരാൾക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കുന്നത് ഒട്ടും ശരിയല്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പോശം എന്ന് പറയുന്നത്. എന്നിരുന്നാലും വേടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒടുക്കത്തെ പ്രോഗ്രാം ബുക്കിംഗ് ആണ്. വേടൻ ഇപ്പൊ ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് പരിപാടി. എന്തായാലും ഇന്നലെ വേടന്റെ പരിപാടി തുടങ്ങുന്ന മണിക്കൂറുകൾക്ക് മുമ്പേ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വേടന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി സംബന്ധിച്ച് വേടൻ ഇന്നലെ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ, ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോ ജനത്തിർക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. നല്ലൊരു തീരുമാനം. എന്തായാലും മരണപ്പെട്ട പയ്യന്റെ കുടുംബത്തിന് ക്ഷമയുണ്ടാകട്ടെ. നമുക്ക് ഈ സാഹചര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.